നമ്മുടെ ക്ഷേത്രത്തിൽ ദ്വാദശാഹ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരു ഹരികഥ അവതരിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റതാണ്. ഇപ്പോൾ ആ ഹരികഥ അവതരിപ്പിക്കുന്നു. ഹരികഥ ഒരു പഴയകാല രൂപമാണ്. ആധുനിക കാലത്തെ കഥാപ്രസംഗത്തിൻ്റെ പൂർവകാല രൂപമാണ് ഹരികഥ. ഹരികഥ തന്നെ ഹരികഥാ കാലക്ഷേപം, ഹരികഥാ പ്രസംഗം എന്നീ നിലകളിലേക്ക് പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പഴയ ഹരികഥാരൂപം തന്നെയാണ്. കഥയുടെ പേര് സീതാസ്വയംവരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വന്ദനം വന്ദനം ശ്രീ ഗുരുഭൂതർക്കും, വന്ദനം മാലോകർക്കും, വന്ദിച്ചിടട്ടെ ഈ രാമകഥകളെ ചിന്തിച്ചിടാതങ്ങ് ചൊല്ലിടുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ നമുക്ക് ആരംഭിക്കാം. കോസലരാജൻ ദശരഥ ഭൂപനു പുത്ര സൗഭാഗ്യങ്ങളില്ലാതെ വന്നപ്പോൾ, കോസലരാജൻ ദശരഥ ഭൂപനു പുത്ര സൗഭാഗ്യങ്ങളില്ലാതെ വന്നപ്പോൾ, ആചാര്യശ്രേഷ്ഠൻ വസിഷ്ഠ നിയോഗത്താൽ പുത്രകാമേഷ്ടിയാം യാഗവും ചെയ്തുടൻ. ആചാര്യശ്രേഷ്ഠൻ വസിഷ്ഠ നിയോഗത്താൽ പുത്രകാമേഷ്ടിയാം യാഗവും ചെയ്തുടൻ. അയോധ്യയിലെ രാജാവായ ദശരഥനും പത്നിമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും പുത്രഭാഗ്യം കൈവന്നില്ല. പുത്രദുഃഖത്തിന് പരിഹാരമായി തൻ്റെ കുലഗുരുവായ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം വളരെ വിശിഷ്ടമായ പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുവാൻ രാജാവ് തീരുമാനിച്ചു. യാഗം തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്നു വന്ന് വിശിഷ്ടമായ ഒരു പായസം രാജാവിന് നൽകി. ദശരഥൻ ഉടൻ തന്നെ ആ പായസം തൻ്റെ പ്രിയപത്നിമാരായ കൗസല്യാദേവിക്കും കൈകേയിക്കും പകുത്തു നൽകി. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. പായസം സേവിച്ച റാണിമാർ 3 പേരും വൈകാതെ ഗർഭം ധരിച്ചു. കാലം കടന്നപ്പോൾ അവർ 4 സൽപുത്രന്മാരെ പ്രസവിച്ചു. ശ്രീരാമൻ്റെ ജനനസമയത്തെ ഗ്രഹനില ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ, ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട്, പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. കുലഗുരുവായ വസിഷ്ഠ മഹർഷി രാജകുമാരന്മാർക്ക് നാമകരണ കർമ്മം നിർവഹിച്ചു. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ശത്രുഘ്ന ഭരതന്മാർ എന്നിവർ പുത്രന്മാർ. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ശത്രുഘ്ന ഭരതന്മാർ എന്നിവർ പുത്രന്മാർ. ആമോദത്തോടെ വളർന്നവർ അങ്ങനെ ബാലോകർക്കൊക്കെയും ഉത്സവകാലമായി. ആമോദത്തോടെ വളർന്നവർ അങ്ങനെ ബാലോകർക്കൊക്കെയും ഉത്സവകാലമായി. വസിഷ്ഠ മഹർഷിയുടെ ശിക്ഷണത്തിൽ വേദശാസ്ത്രങ്ങളും ആയോധന മുറകളും കുമാരന്മാർ അഭ്യസിച്ചു വരവേ രാജശ്രീ വിശ്വാമിത്രൻ്റെ ആവശ്യപ്രകാരം രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി ദശരഥ മഹാരാജാവ് മുനിയോടൊപ്പം അയച്ചു. ബാലന്മാർക്ക് വഴിയിൽ പശുദാഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാനായി മാഹാത്മ്യമേറുന്ന വിദ്യകളൊക്കെയും, ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കാനായി
മാഹാത്മ്യമേറുന്ന വിദ്യകളൊക്കെയും ബലയും പുനരതിബലയും നൽകിനാൽ രാജശ്രീയാകിയ വിശ്വാമിത്രനന്നേരം ബലയും പുനരതിബലയും നൽകിനാൽ രാജശ്രീയാകിയ വിശ്വാമിത്രനന്നേരം അവർ യാത്ര തുടരവേ മാർഗമധ്യേ ഘോരരൂപിണിയായ ഒരു രാക്ഷസിയെ കാണുകയുണ്ടായി. കാനനത്തിൽ മനുഷ്യഗന്ധം ഉണ്ടായത് മൂലം പാഞ്ഞെടുത്ത ആനയുടെ രൂപമുള്ള രാക്ഷസിയെ, അതായത് താടകയെ, ലക്ഷ്മണ സഹിതൻ ശ്രീരാമൻ ശുഭലക്ഷണ സമയേ മുനിയോടുകൂടെ തൽക്ഷണം അടവിയിലടനം ചെയ്തത് താടകയെ കൊല ചെയ്തു. തദാനിം ലക്ഷ്മണ സഹിതൻ ശ്രീരാമൻ ശുഭലക്ഷണ സമയേ മുനിയോടുകൂടെ തൽക്ഷണം അടവിയിലടനം ചെയ്തത് താടകയെ കൊല ചെയ്തു. തദാനിം താടകാവധവും കഴിഞ്ഞ് അവർ യാത്ര തുടരവേ അതാ കിടക്കുന്നു കുന്നുപോലൊരു കല്ല്. ആ കല്ല് അവിടെ എങ്ങനെ വന്നുവെന്ന് നിങ്ങൾക്കറിയേണ്ടേ. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്ക് മോക്ഷമിട്ട രാമപാഹിമാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്ക് മോക്ഷമിട്ട രാമപാഹിമാം. അങ്ങനെ കല്ലായി കിടന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയ ശേഷം ലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം വിദേഹ രാജ്യത്തെത്തി. അവിടെയാണെങ്കിലോ ജനക മഹാരാജാവ് തൻ്റെ മകളായ സീതാദേവിയുടെ സ്വയംവരം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ആ കല്യാണഘോഷം നമുക്കൊന്ന് കാണേണ്ടേ. ശ്രീ കുഞ്ചൻ നമ്പ്യാർ അത് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കട്ടിലു കൊട്ടിലു കൊട്ടത്തളവും തടവുകൾ അടവുകൾ കിണറും കുളവും കനമൊടുവിലസിന കനകത്തളവും മാടപ്പുരകളും അങ്ങാടികളും മതിലും ഗോപുരമതിലും വിസ്മയം ആട്ടിൻകുടിലുകൾ ആനപ്പന്തികൾ അതിരമണീയം കുതിരപ്പന്തികൾ ജനകനരവരനുടെ കനകമണി മന്ദിരേ ജാനകി കല്യാണഘോഷം മനോഹരം. ജനകനരവരനുടെ കനകമണി മന്ദിരേ ജാനകി കല്യാണഘോഷം മനോഹരം. അങ്ങനെ ആഘോഷത്തമർപ്പിൽ ആറാടി നിന്ന ജനക മഹാരാജധാനിയിൽ ആഗതരായ രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്ര മഹർഷിയെയും ജനക മഹാരാജാവ് സ്വീകരിച്ചത് ശ്രീ രാമപുരത്ത് വാര്യർ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂജാസാധനങ്ങളുമായി തെയ്തൈ തകതൈതൈതോം പൂജാസാധനങ്ങളുമായി തിത്തിത്തതിത്തൈതൈ പൂജാസാധനങ്ങളുമായി ഭക്തിയോടെ ശ്രദ്ധയോടെ ആചാര്യനും ഋഷിവാടം പ്രാപിച്ച നേരം ഓ തിത്തിത്തതിത്തൈതൈ ആമോദത്താൽ പൂജിച്ചങ്ങ് തിത്തൈ തകതൈതൈതോം ആമോദത്താൽ പൂജിച്ചങ്ങ് തിത്തൈ തകതൈതൈതോം. മഹർഷിയോടൊപ്പം വന്ന രാമനെയും ലക്ഷ്മണനെയും ജനക മഹാരാജാവ് സ്വീകരിച്ചിരുത്തി. അപ്പോൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ജനക മഹാരാജാവിന് പരിചയപ്പെടുത്തുകയും അവരുടെ വീരകഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. കുമാരന്മാർ ദശരഥ പുത്രന്മാരാണെന്നറിഞ്ഞ ജനക മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപത്തെക്കുറിച്ച് രാജകുമാരന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. ആ ചാപം എടുത്തു കുലയ്ക്കുന്ന ആൾക്ക് തൻ്റെ പുത്രിയായ സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ആ വില്ല് കാണുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. വളരെ പേർ ചേർന്ന് താങ്ങി എടുത്തുകൊണ്ടുവന്ന വില്ല് കണ്ട മാത്രയിൽ തന്നെ ശ്രീരാമചന്ദ്രൻ നിഷ്പ്രയാസം ആ വില്ല് കയ്യിലെടുത്തു. അപ്പോൾ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. ജനക മഹാരാജാവ് തൻ്റെ ശപഥം പാലിക്കുകയും സീതയെ ശ്രീരാമചന്ദ്രന് നൽകുകയും ചെയ്തു. സീതാദേവി സ്വയംവരം ചെയ്തൊരു പ്രതായുഗത്തിലെ ശ്രീരാമൻ. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ. സീതാദേവി ശ്രീരാമചന്ദ്രനെ സ്വയംവരിച്ചു. വിവരം കോസല രാജ്യത്ത് അറിയിക്കുന്നതിന് ജനക മഹാരാജാവ് വിശ്വാമിത്ര മുനിയുമായി ആലോചിച്ചു.
അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും ബന്ധിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിവരങ്ങൾ ദൂതന്മാരിൽ നിന്നും അറിഞ്ഞ ദശരഥൻ വസിഷ്ഠനോടൊപ്പം കൗസല്യാദികളായ ഭാര്യമാരോടും ഭരതശത്രുഘ്നന്മാരായ പുത്രന്മാരോടുമൊപ്പം വാദ്യഘോഷത്തോടെ മിഥിലാപുരത്തിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് ഇവരെ എതിരേറ്റ് അർഘ്യപാദ്യാദികളാൽ യഥായോഗ്യം സൽക്കരിച്ചു പൂജിച്ചു. രാമലക്ഷ്മണന്മാർ പിതാവിനെയും വസിഷ്ഠാചാര്യനെയും മാതൃജനങ്ങളെയും തൊഴുത് അവരുടെ ആശീർവാദവും വാങ്ങി. അപ്പോൾ ജനക മഹാരാജാവ് ദശരഥന്റെ കൈപിടിച്ച് അഭ്യർത്ഥിച്ചു, 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലൊന്നുമേ മടിക്കേണ്ട. ദശരഥ മഹാരാജാവിൻ്റെ സമ്മതപ്രകാരം വസിഷ്ഠനും വിശ്വാമിത്രനും കൂടി ചിന്തിച്ച് 4 വിവാഹങ്ങൾക്കുമുള്ള മുഹൂർത്തം നിശ്ചയിച്ചു. അപ്രകാരം തന്നെ തൻ്റെ പുത്രിമാരെയും രാമസഹോദരന്മാർക്ക് ജനക മഹാരാജാവ് വിവാഹം ചെയ്തു കൊടുത്തു. ആരൊക്കെയാണ് മറ്റ് പുത്രിമാരെന്ന് നിങ്ങൾക്കറിയേണ്ടേ? ഉർമിള, മാണ്ഡവി, ശ്രുതകീർത്തിമാരെയും വഴിപോലെ ദശരഥ പുത്രർക്കു നൽകിനാൻ. ഉർമിള, മാണ്ഡവി, ശ്രുതകീർത്തിമാരെയും വഴിപോലെ ദശരഥ പുത്രർക്കു നൽകിനാൻ. 4 കുമാരിമാരെയും അങ്ങനെ 4 കുമാരന്മാരവർ വേട്ടു. 4 കുമാരിമാരെയും അങ്ങനെ 4 കുമാരന്മാരവർ വേട്ടു. വിവാഹാനന്തരം ജനക മഹാരാജാവ് വധൂവരന്മാർക്ക് നൽകിയ ഉപഹാരങ്ങൾ വളരെയധികം സമ്പത്തും ആനകൾ, തേരുകൾ, കുതിരകൾ, കാലാൾ പടയാളികൾ, ദാസിമാർ, പലതരം ദിവ്യ വസ്ത്രങ്ങൾ, മുത്തുമാലകൾ, ദിവ്യരത്നങ്ങൾ മുതലായവ ഉൾപ്പെട്ടിരുന്നു. സന്തോഷപൂർവം ഉപഹാരങ്ങൾ സ്വീകരിച്ച ദശരഥൻ മടക്കയാത്രയ്ക്കൊരുങ്ങി. പിരിയുന്ന വേളയിൽ പുത്രിമാരെ പുണർന്നുകൊണ്ട് ജനകൻ പതിവ്രതാധർമ്മങ്ങൾ അവർക്ക് ഉപദേശിച്ചു. ദശരഥ മഹാരാജാവ് പുത്രന്മാരോടും സംഘത്തോടുമൊപ്പം അയോധ്യയിലേക്ക് യാത്രയായി. ജനക മഹാരാജാവ് അല്പദൂരം അവരെ അനുഗമിച്ച് യാത്രയാക്കി. അങ്ങനെ സ്വയംവരമൊക്കെ കഴിഞ്ഞ് അയോധ്യ രാജധാനിയിലേക്കുള്ള മടക്കയാത്രയിൽ അതാ വരുന്നു ഭൃഗുരാമൻ എന്ന സാക്ഷാൽ പരശുരാമൻ. ഒരു കയ്യിൽ മഴുവും പിടിച്ചുടൻ മറുകൈയിൽ വില്ലും അമ്പും ധരിച്ച് ചാടി വീണാൻ രാമന്റെ മുൻപിൽ. അവനെന്ന സാക്ഷാൽ പരശുരാമൻ ഒരു കൈയിൽ മഴുവും പിടിച്ചുടൻ മറുകൈയിൽ വില്ലും അമ്പും ധരിച്ച് ചാടി വീണാൻ രാമന്റെ മുൻപിൽ. ഭൃഗുരാമൻ എന്ന സാക്ഷാൽ പരശുരാമൻ. ശ്രീരാമൻ തൻ്റെ ഗുരുവായ പരമശിവന്റെ വില്ലെടുത്തൊടിച്ച വാർത്ത കേട്ട് കോപിഷ്ഠനായാണ് പരശുരാമൻ്റെ വരവ്. തൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ഒന്ന് കുലയ്ക്കാമോ എന്ന് പരശുരാമൻ്റെ അഹങ്കാരത്തോടെയുള്ള വാക്കുകൾ കേട്ട് ശ്രീരാമസ്വാമി താനത് ചെയ്യാമെന്ന് പറഞ്ഞ് വില്ല് വാങ്ങി കുലയ്ക്കുന്നു. അപ്പോൾ പരശുരാമൻ ശ്രീരാമനിൽ കാണുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ തേജസ്സാണ്. ആ രൂപം കണ്ട പരശുരാമൻ ശ്രീരാമപാദം കുമ്പിടുന്നു. രാമദയാനിധേ മാപ്പു നൽകേണമേ, രാമനാം ഞാനും നിൻ പാദം വണങ്ങുന്നേൻ. നിന്നുടെ രൂപമൻ മാനസതാരതിൽ വന്നിടാൻ നിൻ പാദം കുമ്പിടുന്നേൻ ഞാനും. രാമദയാനിധേ മാപ്പു നൽകേണമേ, രാമനാം ഞാനും നിൻ പാദം വണങ്ങുന്നേൻ. നിന്നുടെ രൂപമൻ മാനസതാരതിൽ വന്നിടാൻ നിൻ പാദം
കുമ്പിടും ഞാനും. ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നറിഞ്ഞ പരശുരാമൻ വീണ്ടും വീണ്ടും വാഴ്ത്തി സ്തുതിക്കുന്നു. ജയ ജയ രാമചന്ദ്ര ജാനകീപദേ, ജയ ജയ രാമചന്ദ്ര ജാനകീപദേ, നാരായണ പാപഹര പാരാവാര ജഗദീശ. ജയ ജയ രാമചന്ദ്ര ജാനകീപദേ, പാരാവാരശായിൻ ദേവ നാരദാദി പൂജിത. ജയ ജയ രാമചന്ദ്ര ജാനകീപദേ. പരശുരാമന്റെ ദർപ്പമടക്കിയ ശ്രീരാമചന്ദ്രനും അനുജന്മാരും ഭാര്യമാരോടും രാജർഷിയായ വിശ്വാമിത്രനോടുമൊപ്പം അയോധ്യയിലെത്തി വിവാഹകർമ്മങ്ങൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ സീതാ സ്വയംവരം കഥ ഇവിടെ സമ്പൂർണമാകുന്നു. മംഗളം മംഗളം ദേവിമാരെ, മംഗളം മംഗളം ദേവന്മാരെ, നേരുന്നു നിങ്ങൾക്കെല്ലാം, നേരുന്നു ആലോകർക്കും.